ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം 9:05. ഇന്നലെ ഫുള്ള് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഞങ്ങൾ കൃഷ്ണ ലോഡ്ജിലായിരുന്നു താമസം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഏകദേശം 9:05. ഇതെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ സ്ഥലത്തിൻ്റെ പേര് ആണ് വാടിപ്പെട്ടിയിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഇനി ഇപ്പോൾ ഞാനിതാ ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാനൊക്കെ ഉണ്ട്. ഇന്നലത്തെ അതേ ഡ്രസ്സിലാണ് ഞാൻ ഉള്ളത്. പിന്നെ മാത്രമല്ല വീഡിയോ അപ്ലോഡിങ്ങിലിടണം. അപ്പോൾ വീഡിയോ പിന്നെ ഇന്നലെ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ അപ്ലോഡിങ്ങിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ശേഷം ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഷൂട്ട് ചെയ്ത വിഷ്വൽ കംപ്ലീറ്റ് ഇന്ന് വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കാരണം എവിടെയും വൈഫൈ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ റൂമിൽ നമ്മൾ വൈഫൈ ഇല്ലായിരുന്നു. പിന്നെ റൂമൊക്കെ എല്ലായിടത്തും നോക്കിയിട്ട് നല്ല റഷായിരുന്നു, പലയിടത്തും കിട്ടാനില്ലായിരുന്നു. അവസാനം ഞങ്ങൾ കൃഷ്ണ ലോഡ്ജിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ ഇനി നേരെ എവിടേക്കാണ് എന്താണ് എല്ലാം നമുക്ക് നോക്കാം. പിന്നെ നമ്മളെ കൂടെ അവരൊക്കെ റൂമിലിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുക. ഇനി ഞാൻ കുളിക്കുക, ഫ്രഷ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഫ്രഷായി ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങട്ടെ. ഇനിതാ ഞങ്ങളിതാ ഞങ്ങൾ വണ്ടിയിലൊക്കെ കാറിൽ കയറി. അപ്പോൾ അവിടുന്ന് ചെക്കൗട്ടായി, റൂമിൽ നിന്ന് ചെക്കൗട്ടായി. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ഞങ്ങളെ വാഹനം അതിവേഗത്തിൽ വീണ്ടും കുതിച്ചു പാഞ്ഞു. ആദ്യം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഓക്കെ, നമ്മളെ ടൂർ ഒരു ദിവസം അടിപൊളി സൂപ്പറായിട്ടുണ്ട്. നമ്മൾ തുടരുകയാണ്. ഒരു 4 ദിവസം കൂടി നമ്മൾ ടൂർ പോകാൻ സാധ്യതയുണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നല്ലൊരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞുകൊണ്ട് അതിവേഗത്തിൽ വാഹനം മുന്നോട്ട് ഓടിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങകലെ താഴെയായിട്ടൊരു തടാകം കാണുന്നുണ്ട് കേട്ടോ. അത് സുന്ദരമായൊരു തടാകം. ഈ തടാകം നമ്മൾ ഓരോ മുൻപോട്ട് പോകുന്തോറും ആ തടാകത്തിൻ്റെ ഒരു വ്യാപ്തിയും ലുക്കൊക്കെ നമുക്ക് കൂടുതൽ നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു ഭംഗിയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ മേലെ കയറി നോക്കിയിട്ടേ ജസ്റ്റ് കണ്ടോ ആ ഒരു തടാകവും പിന്നെ അതേപോലെ ആ പുഴയും ആ തടാകവും ആ മലഞ്ചെരിവും ഇതെല്ലാം കൂടെ കാണാൻ വേറൊരു വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വെള്ളം കുടിക്കാൻ വരുന്ന ആനകളൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഈ സൈഡിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ശരിക്കും അങ്ങേ ഏരിയയിലേക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ, വെള്ളം കുടിക്കാൻ വരുന്ന ആനകൾ. കാരണം ക്യാമറയിലൂടെ ഇങ്ങനെ കിട്ടുന്ന അത്ര ഏരിയയാണ് ഞങ്ങൾ കാണിക്കുന്നത്. ആ ഏരിയ കാണുന്ന ആ ഏരിയയാണ് പൊള്ളാച്ചി. അതായത് പൊള്ളാച്ചി. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി വഴി മധുര വഴി ഇങ്ങനെ കൊടൈക്കനാലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴെ നിന്ന് വന്ന വഴികളാണ് കേട്ടോ. അത് കംപ്ലീറ്റ് കണ്ടോ, ആ വഴികൾ വഴി ഇങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കും. ഇന്ന് ഇവിടെ എത്തി. കണ്ടോ വീടുകളൊക്കെ കണ്ടോ അവിടെ അതിലൂടെ കണ്ടോ കുറേ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ആ പ്രദേശം കംപ്ലീറ്റ് കാടാണ് കേട്ടോ. പിന്നെ അതെ ആ പ്രദേശം കംപ്ലീറ്റ് കാട്. നമുക്ക് വാട്ടർഫാൾസ് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് അകലത്തിലാണ്. എന്നിട്ടും ആ വാട്ടർഫാൾസ് നമുക്ക് ഇവിടുന്ന് ഭയങ്കര തെളിഞ്ഞ് കാണുന്നുണ്ട്. അത്രയും വലിയ വാട്ടർഫാൾസാണിത് കണ്ടോ.
പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി വ്യൂസൊക്കെ ഇവിടുന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കയറി നോക്കാം. കണ്ടോ, ഇവിടുന്ന് നേരത്തെ ആ ഒരു ചെറിയ പിന്നെ അരുവി പോകുന്ന കണ്ടോ, അതിലൂടെ ഇങ്ങനെ പോകുന്ന അരുവിയാണ്. അത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി വിട്ടു. പിന്നെ അതേപോലെ ഒരു 2-3 അരുവികളുണ്ട് അതിൽ നിന്ന് ഇതിന്ന്. ആ ഒരു ചെറിയ ഒരു തടാകമാണ് കേട്ടോ, എന്താ പറയുക, ഈ ഇതിനോട് ചേർന്നിട്ടുള്ള. അത്രമാത്രം ശുദ്ധജലമൊന്നുമല്ല, പക്ഷേ ഒരുപാട് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ഒരു ചെറിയ തടാകമാണ്. ലൈക്ക് വ്യൂസ് എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടുന്ന് ഭയങ്കര ചെങ്കുത്തായ സ്ഥലമായിട്ടോ. ഇവിടുന്ന് ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. എന്ന് വെച്ചാൽ കുറെ അങ്ങനെ പോന്നപ്പോഴേ AC ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് കാട്ടിലെ ആ ഒരു ഭംഗിയായിട്ടുള്ള മറ്റേ തണുപ്പുണ്ടല്ലോ, അത് വേറൊരു വൈബാണ്. അതെ, കണ്ടോ ഈ മരം കണ്ടോ, ഈ മരം കണ്ടോ, നമ്മള് കൊടും കാട്ടിലൂടെ നഞ്ഞി പോകുന്നതെല്ലാം കൊടും കാട്ടിലൂടെ. ഇതിപ്പോ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മള് കാണാൻ കഴിയില്ല അറിയില്ല, നോക്കാം. ഓക്കെ, ആന ഇങ്ങനെ നിരങ്ങി ഇറങ്ങുന്നുണ്ട്. നിരങ്ങി ഇറങ്ങുന്ന സ്ഥലമാണ് ആന. നിരങ്ങി ഇറങ്ങുന്ന പറയുന്ന കേട്ടിട്ടുള്ളത്. അടിപൊളി നല്ല തണുപ്പ് വരുന്ന നമ്മള് കണ്ടോ. അപ്പൊ നല്ല തണുപ്പ് തുടങ്ങിട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ വെച്ചാല് ഞങ്ങളിപ്പോ കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയപ്പോഴേ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. ക്യാമറ വെള്ളത്തിലിട്ട് ശരിക്കും പറഞ്ഞാലേ ക്യാമറ വെള്ളത്തിലിടാൻ പറ്റുന്ന ക്യാമറ തന്നെയാണ്. പക്ഷെ എന്താന്ന് ചോദിച്ചാലേ അത് ചില സംഭവങ്ങള് ക്ലോസ് ചെയ്തിട്ടില്ല. എങ്ങനെ എക്സ്പീരിയൻസ് വെള്ളത്തിലിട്ട് ഇന്നലെ മറ്റേ നമ്മളെ കൂടെ ഉള്ളവരും അറിഞ്ഞിട്ടില്ല. വലിയ ഡയലോഗ് അടിച്ചാണ്ട് ക്യാമ്പിന്റെ കടലിൽ കട്ടതാണ് ക്യാമറ. ഇതിന്റെ അടുത്ത് നോക്കുമ്പോ ആകെ ബാറ്ററിയൊക്കെ വെള്ളത്തിലോട്ട് പൊക്കിക്കണോ. എന്നിട്ട് ഫോർത്ത് വിളിക്കുന്നുണ്ട് ആൾക്കാരെ എന്താ ചെയ്യാ ഈ സാധനം എന്താ ചെയ്യാ. അപ്പൊ 4 മണിക്കൂർ വെയിലത്ത് ഉടക്കിയാൽ മതി അറിയട്ടോ. എത്ര പരിപാടി വെച്ചോ ഞാൻ ക്യാമറ നമ്മളൊരു സാറെ പരിചയപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സാർ. നല്ല അടിപൊളി ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് അപ്രതീക്ഷിതമായിട്ടൊരു മഴ കിട്ടി നമുക്ക്. ഇത്രയും ദിവസം ഇന്നലെ മുതലേ ഞങ്ങള് ഇന്നലെ ഞാൻ രാവിലെ ഇറങ്ങിയതാണ്, രാത്രി ഇറങ്ങിയതാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴാണ് നമുക്ക് നല്ലൊരു മഴ കിട്ടിയത്. പക്ഷെ ഇവിടെ കുറച്ച് മുന്നേ മഴ നന്നായിട്ട് പെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ നല്ല അടിപൊളി കാട്ടാസിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ AC ഓഫ് ചെയ്ത് കാട്ടാസി കാർ AC ഓഫ് ചെയ്ത് കാട്ടാസിയിലാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. അടിപൊളിയല്ലേ, സൂപ്പർ മരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യൂക്കാലിപ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാലേ ഏറ്റവും കൂടുതൽ നമുക്ക് ശുദ്ധമായ ഓക്സിജൻ തരുന്ന മുള കഴിഞ്ഞാല് നമുക്ക് ഓക്സിജൻ തരുന്ന മറ്റൊരു മരമാണ് യൂക്കാലിപ്സ്. അതുകൊണ്ട് തന്നെ ഈ യൂക്കാലിപ്സുകള് എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഒരുപാട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളിൽ ഒന്നാണ് യൂക്കാലിപ്സ്. യൂക്കാലിപ്സ് കേരളത്തിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ വളരെ റയറാണ്. കാറ്റഗറി ഒരു സുഗന്ധവ്യഞ്ജനത്തിന്റെ കാറ്റഗറിയാണ് യൂക്കാലിപ്സ് വരുന്നത്. ശരിക്കും അത് ശരിക്കും നമ്മളിവിടെ പിന്നെ ഉണ്ടോ എനിക്കറിയില്ല. ഈ ആക്സ് ഓയിലൊക്കെ ഉണ്ടല്ലോ, കോടാലി തൈലം, അതിലൊക്കെ ഏറ്റവും കൂടുതൽ യൂക്കാലിപ്സിന്റെ അതാണ് ഘടകമാണ് അടങ്ങിയിട്ടുള്ളത്. അറിയോ, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ കൊടൈക്കനാലെത്തി. ഞങ്ങളൊരു പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് കൊടൈക്കനാലെത്തിയിട്ട് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമ്മളിനി അടുത്ത് കുറച്ച് ഇവിടെ ചിലപ്പോൾ കുറച്ച് ഡെസ്റ്റിനേഷൻസുകളൊക്കെ കവർ ചെയ്യും. അതല്ലെങ്കിൽ നേരെ നമ്മൾ മൂന്നാറിലേക്ക് പോകും അല്ലേ. ഞാനിപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മളുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കൊടൈക്കനാൽ ടൗണിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ പോയപ്പോൾ വയറിന് ചെറിയ അസിഡിറ്റി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെരിഞ്ചീരൊക്കെ എവിടെ കിട്ടുമെന്ന് നോക്കുകയാണ്. കൊടൈക്കനാൽ ടൗണ് ചെറിയൊരു ടൗണാണ്, പക്ഷേ ഇവിടെ പല പല ഏരിയകളായിട്ട് പടർന്ന് കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, ഫോറസ്റ്റാണത്. പെരുമളായി കൊടൈക്കനാൽ റേഞ്ച് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിലാണ് ഞാൻ ഉള്ളത്.
ജസ്റ്റ് യൂട്യൂബറാണ്. ഇവിടെ പലചരക്ക് ഷോപ്പ് എവിടെ? പുറത്ത്. ഓക്കെ, ഞാൻ അറിയാത്തതുകൊണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തതായിരുന്നു. ഓക്കെ സാറേ, താങ്ക് യു. പെരിഞ്ചീരകം കേട്ടോ. ഞാൻ മുന്നേ ഇതേപോലെ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതേപോലെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫുഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്ററാണ് ഇത്തരത്തിലുള്ള പെരിഞ്ചീരകം പോലത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി. എനിക്ക് രാവിലത്തെ ഭക്ഷണം ഭയങ്കര എന്തോ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സുഹൃത്തിനെ കണ്ട്, എന്താണ് ഷെയ്ഖ് ഫരീദ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി നേരെ നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയൊരു ഇൻഫർമേഷനും കൂടിയാണ് ഇത്. അപ്പോൾ ഇതേപോലെ കണ്ടോ, ഇതേപോലെ നമ്മൾ പെരിഞ്ചീരകം ചെയ്താൽ മതി. അതായത് നമുക്ക് ഫുഡ് പോയ്സൺ ഞാൻ പറയില്ല, പക്ഷേ ഫുഡ് പരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സംഭവം. നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇനി വണ്ടി കയറാം. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല പറയിട്ട് മഴ പെയ്തു തുടങ്ങി. അതിനിടയ്ക്ക് വെച്ച് ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തുന്നതിന് കുറച്ച് മുന്നോടിയായിട്ട്, എന്നാലും കൊടൈക്കനാലാണെങ്കിലും ഒരു അടിപൊളി വാട്ടർഫോൾ ഇവിടുന്ന് ഇങ്ങനെ റോഡ് സൈഡിലൂടെ ഭയങ്കര രസമായിട്ട് കാണാൻ കഴിഞ്ഞു കേട്ടോ. പക്ഷെ അവിടെ വാഹനം നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അവിടെ പാർക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ മൊത്തം വാഹനം ബ്ലോക്കാവും. അതുകൊണ്ട് ഞങ്ങൾ വാഹനത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ കണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള പ്രദേശമാണ് കൊടൈക്കനാൽ തടാകം, അഥവാ കൊടൈക്കായൽ എന്നാണ് ഇതിന് ശരിക്കും പേര്. തമിഴ്നാട്ടിലെ ദിണ്ടുഗൽ ജില്ലയിലാണ് ഈ കൊടൈക്കനാൽ തടാകം. നഗരത്തിൽ കാണപ്പെടുന്ന ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് കേട്ടോ ഇത്. മധുരയിലെ കലക്ടറായിരുന്ന സർവേയർ ഹെൻറി ലെവിങ്ങിൻ്റെ സ്മരണാർത്ഥം 1863 അമേരിക്കയിൽ നിന്നുള്ള ബ്രിട്ടീഷ് മിഷണറിമാരാണ് ഈ തടാകം നിർമ്മിച്ചത്. കൊടൈക്കനാലിലെ ഏറ്റവും പ്രശസ്തമായ ഭൂമിശാസ്ത്ര ലാൻഡർമാർക്കും വിനോദസഞ്ചാരികൾക്കും ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണിത്. ലൈക്കാണ്, നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. അടിപൊളി തണുപ്പ് പറഞ്ഞാൽ അടിപൊളി തണുപ്പ് കണ്ടോ. ഇത് റോഡിൻ്റെ സൈഡിലൂടെ ഉണ്ട് ഈ വഴിയൊക്കെ. ഇതാ ഇസ്മായിലാക്കി നമ്മളെ തലയിലൊരു തോട്ടുണ്ട്, കെട്ടൊക്കെ ഉണ്ട്. തണുപ്പാണ് വെറും തണുപ്പ്. നമുക്കിങ്ങനെ ലൈറ്റിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നടന്നു പോയി നോക്കാം. അപ്പോൾ ബോട്ട് സഫാരിക്ക് നിൽക്കുകയാണ് ഞങ്ങൾ. ഇസ്മായിലൊക്കെ ഇപ്പോൾ ഈ കൊടൈക്കനാൽ വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ആദ്യമായിട്ട് സത്യമായിട്ട് പറയാല്ല, ഞാനും കൊടൈക്കനാൽ ആദ്യമായിട്ട് പല സ്ഥലങ്ങളിലും പലയിടത്തും നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൊടൈക്കനാൽ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ അതെ യെസ്, ഹായ്. അപ്പോൾ കൂൾ ഗ്രേപ്പ് എവിടെ സ്ഥലം? ഓക്കെ, നമ്മള് ഇവിടെ മലപ്പുറം. ഇതിലെന്താ കണ്ടൊരു മുഴുവൻ മലപ്പുറം. കൂൾ ഗ്രേപ്പ്. എങ്ങനെ എന്താ ട്രാവലിംഗ് ആണോ? ട്രാവലിംഗ് ആണ് ഇപ്പൊ കൂടുതൽ ചെയ്യുന്നത്. അതെ, അത് പൊളിക്ക്. എന്താ യൂട്യൂബിന്റെ പേര്? കൂൾ ഗ്രേപ്പ്. ജീപ്പിലല്ല, ഞങ്ങള് കാറില. ഇല്ല ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് വരാം. ഹാപ്പി ജേണി. പേര് ജാക്സൺ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ മറ്റേ പേരൊന്നും ഓർമ്മ കൂൾ ഗ്രേപ്പ്. ഒരുപാട് പേര് ഇവിടെ സൈക്കിൾ സവാരി എടുക്കുന്നുണ്ട്. ഇത് സാധാ പോലത്തെ സൈക്കിളല്ല കേട്ടോ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൈക്കിളിന് പ്രത്യേകത ഉണ്ട്, ഇതിന് 2 പേർക്ക് ഒരേ സമയം ചവിട്ടാൻ പറ്റും. അത് ഈ കൊടൈക്കനാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സൈക്കിൾ നമുക്ക് അത്. പിന്നെ ഇത് സാധാ ഒരു സ്ട്രീറ്റ് അല്ല, സൈക്കിൾ സ്ട്രീറ്റ് കൂടെയാണിത്. ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്, ബി കെയർഫുൾ ആയിട്ടാണ് പോകുന്നത്. ഒരു പ്രത്യേകത ഉണ്ടോ? കാരണം കൂടുതൽ ഈ റോഡിലൂടെ കൂടുതലും പ്രയോറിറ്റി സൈക്കിൾ ഓടിക്കുന്നവർക്കും കുതിര ഓടിച്ച് പോകുന്നവർക്കൊക്കെയാണ് കൂടുതൽ പ്രയോറിറ്റി. എന്നിരുന്നാലും വളരെ കെയർ ചെയ്തുകൊണ്ടാണ് പോകണം. കാരണം ഇങ്ങനെ സൈഡിൽ പിന്നെ വാക്കിംഗ് സ്ട്രീറ്റൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എല്ലാവരും നല്ല ശ്രദ്ധിച്ചുകൊണ്ട് പോകാം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ആ ലേക്കിലേക്ക് ഇങ്ങനെ നമ്മൾ ഉണ്ടാവും, എത്രയും ഒരുപാട് ദൂരമുണ്ട് കേട്ടോ ആ ലേക്ക്. അപ്പോൾ ഈ ലേക്കിലേക്കുള്ള ആ ഒരു വ്യൂസും ഇതെല്ലാം കൂടെ അതിൻ്റെ ഇടയ്ക്ക്
ചിലരൊക്കെ വാഹനം നമ്മളെപ്പോലെ നിർത്തിയിട്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് കുറച്ചുകൂടെ മുന്നിലോട്ട് വീണ്ടും പോന്നുകൊണ്ടിരുന്നു. അപ്പോൾ സൈഡിലൊക്കെ പലരും ഉണ്ട്, ചിലർ കപ്പിൾസൊക്കെ, ചിലർ ഹണിമൂണിന് വന്നവർ, അങ്ങനെ പലരും ഉണ്ട് ഇവിടേക്ക്. പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ച് ഇതുണ്ടാവും, ഞാൻ ഓൾറെഡി ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ സംസാരമൊക്കെ കുറച്ച്, കാരണം ഓൾറെഡി ഭയങ്കര തണുപ്പാണ് പ്രദേശത്ത്. ഇവിടെ മൊത്തം ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഊട്ടി പോലത്തെ ഒരു സ്ഥലം. ഹായ്, അപ്പൊ ഓക്കെ, നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പൊ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഓക്കെ.